ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്നിതാ ഒരു അടിപൊളി ഗൗണാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഗൗണാണ്. ഇതിപ്പോൾ മടക്കം നിങ്ങൾ നോക്കിയേ. ആദ്യം വീതി ഇങ്ങനെ നേരെ മടക്കിയതിന് ശേഷം ലെങ്ത്ത് നേരെ പകുതിയാക്കുക കേട്ടോ. നമ്മൾ ചുരിദാറിനെല്ലാം മടക്കില്ലേ, അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ മടക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ ഫോൾഡ് ചെയ്ത വശത്ത് നമ്മുടെ ഷോൾഡറും ആം ഹോളും അങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നോക്കിയേ, ആദ്യം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഫോൾഡ് ചെയ്ത വശമാണ്. എന്നിട്ട് അതിന് ശേഷം ഇതാ ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും, അതുപോലെ 7.5 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോളും 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത്, എന്നിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഇവിടെ ഇതാ 9.5യും അതേപോലെ 1/2 ഇഞ്ച് തയ്യൽ ഇത് ലൂസ്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത്, എന്നിട്ട് ഇതാ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നേരെ പകുതി എടുത്തതിന് ശേഷം ചെറിയൊരു കേവ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ടില്ലേ, അതൊരു 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. 1/2 ഇഞ്ച് അതുപോലെ ലൂസ് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഷോൾഡർ തൊട്ടിട്ട് ഹിപ്പ് വരെയുള്ള അതെന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ നേരെ പകുതിയാണ് വരിക. നമ്മൾ അടയാളപ്പെടുത്തി 10 ഇഞ്ചും 1/2 ഇഞ്ച് ലൂസും, അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി ബാക്കിയുള്ള വശത്തൊക്കെ നമുക്കിങ്ങനെ ഒരു ഷേപ്പിലൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. താഴെ വരെ എത്രയോളം നമുക്ക് ഫ്ലെയർ വേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതാ നെക്ക് നോക്കിയാൽ 3 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തുമാണ് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ബാക്ക് നെക്ക് ഞാനിവിടെ ഇതാ നോക്കിയേ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പില്ലേ, അത് ഇതാ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് നെക്കൊക്കെ റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ബാക്ക് പാർട്ടാണ് കേട്ടോ. ഇത് നോക്കിയേ, നെക്കിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത്, എന്നിട്ട് ഷോൾഡറും അതുപോലെ ആം ഹോളും എല്ലാം സെയിം തന്നെയാണ്. ഈ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കുറച്ച് കുഴിച്ച് മുറിക്കില്ലേ, അതും കൂടി നമുക്ക് കട്ട് ചെയ്യേ. ഇതിനാന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഗൗണാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിങ് ഞാൻ ഇപ്പോൾ ഇത് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇതിൽ തന്നെ ഞാനൊരു നല്ല കോട്ടൻ്റെ ക്ലോത്തും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴെയില്ല, ഇതൊരു 3 മീറ്റർ തുണിയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ ഒരു 1 ഇഞ്ച് കുറച്ച് മുകളിലാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 2 സൈഡ് ചില സമയത്ത് തൂങ്ങിയതുപോലെ ഉണ്ടാവില്ല ഡ്രസ്സിൻ്റെ എല്ലാം, ആ ഒരു രീതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുറച്ചൊന്ന് കയറ്റിയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഇതാ ബാക്ക് വശം മടക്കി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കറക്റ്റ് എനിക്ക് നല്ല കറക്റ്റായിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ. ഇത് ഒരു 6 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 3 ഇഞ്ച് വിഡ്ത്തും ഉള്ളത് കറക്റ്റ്. 3 ഇഞ്ച് വെച്ചാൽ ഒരു വശം, അപ്പോൾ നിവർത്തിക്കഴിഞ്ഞാൽ 6 ഇഞ്ച്, അപ്പോൾ സെയിം 6 ഇഞ്ച് തന്നെയാണ് അവരുടെ. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിങ് നോക്കാം. ഇപ്പോൾ ഇത് നോക്കിയാൽ എന്താ നല്ല വശം വെച്ചതിന് ശേഷം ഇത് നോക്കി, നല്ല ഇത് കോട്ടൻ്റെ നല്ല തുണിയാണ്, പാൻറ്റിനെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ള ലൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ടെന്ന് വെച്ചാൽ നെക്കും കയ്യുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നില്ല. നെക്കും ആം ഹോളിൻ്റെ നമുക്ക് കൈൻ്റെ വശമില്ലേ, ആം ഹോളിൻ്റെ വശം അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതാ ബാക്ക് നെക്കും അതുപോലെ കയ്യും നല്ല വശത്ത് ലൈനിങ് വെച്ചത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ബാക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കാം. നമ്മൾ ഫ്രണ്ട് പോർഷനില്ലേ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ. നോക്കിയേ, ഒന്ന് നല്ല വൃത്തിക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിടുന്ന മുമ്പേ നെക്കിൻ്റെ സൈഡിൽ ഓരോ കട്ട് കൊടുക്കണേ, നമ്മൾ നോച്ചിട്ട് കൊടുക്കില്ലേ. അപ്പോൾ നെക്കും അതുപോലെ കൈ ആം ഹോളില്ലേ അവിടെയെല്ലാം ഒന്ന് കട്ട് കൊടുക്കണം. എന്നാലും തിരിച്ചിട്ട് നല്ലൊരു എന്താ വെച്ചാൽ ചുളിവൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കൈൻ്റെയും നെക്കിൻ്റെയും വശത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത വശമില്ലേ, അവിടെയെല്ലാം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ മറിച്ചിടില്ല, ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും അതുപോലെ ആം ഹോളില്ലേ, ആം ഹോളിൻ്റെ 2 വശവും നമുക്ക് ഈ 1/4 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ഫ്രണ്ട് വശം മാത്രമാണ് ഇവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ മൂക്കോട്ട് സംസാരിക്കുന്നത് പോലെയുള്ളതെന്ന് വെച്ചാൽ എനിക്ക് തണുപ്പ് പിടിച്ചിട്ടാണുള്ളത്, അതുകൊണ്ടാണ് ഈ സംസാരത്തിന് ഇങ്ങനത്തെ ഒരു മാറ്റം. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഇവിടെ ഷോൾഡറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വിടണ്ടാലൊന്ന് വെച്ചിട്ട് ലൈനിങ്ങുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ അതിന് ആം ഹോളും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കുക. അപ്പോൾ എന്നെക്കൊണ്ടാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എനിക്കാവുന്നതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇത് നോക്കിയതാ ആം ഹോളും കൂടി ഞാൻ ഇതാ 2 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. തയ്ക്കാൻ അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു ഗൗണ് നല്ല ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു സംശയമില്ലാതെ. എന്നിട്ടിതാ ബാക്ക് പാർട്ട് നോക്കിയേ സ്റ്റിച്ച് ചെയ്തില്ലേ. അപ്പോൾ ഓരോ നോച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ് മാത്രം ഒന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർത്തി വെക്കുക. എന്നിട്ടിതാ നമ്മൾ നല്ല വശമില്ലേ, വെൽവെറ്റിൻ്റെ വശം, നല്ല വശം അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവുമായി അടുപ്പിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളിലൂട്ട് ഷോൾഡർ നമുക്ക് ഇതാ നോക്കിയേ കറക്റ്റ് ഷോൾഡർ വെച്ച് കൊടുക്കാം. നേരെ വെക്കുന്ന പോലെ ആക്കിയിട്ട് ഇതാ ഉള്ളിലോട്ട് ഷോൾഡർ. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത കാണുകയില്ല കേട്ടോ, ഫുൾ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇത് നോക്കിയതാ ഒരു വശം ഷോൾഡർ ഉള്ളിൽ വെച്ച്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഷോൾഡർ ഉള്ളിലേക്കാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്നേരം കറക്റ്റ് നോക്കുക, നല്ല വശവും ഒരുമിച്ചിട്ട് വരുന്നുണ്ടോ എന്ന് കറക്റ്റ് നോക്കണേ. അപ്പോൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുന്നേരം രണ്ട് കൊലത്തിലുണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഇതാ കറക്റ്റ് വെച്ച്. എന്നിട്ട് നമ്മൾ ഇതാ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് നോക്കണം, എവിടെയെങ്കിലും മടങ്ങിപ്പോകുന്നുണ്ടോ അതൊക്കെ കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് ഈ വെൽവെറ്റിൻ്റെ ഞാൻ അതിൽ വെച്ച് വെൽവെറ്റിൻ്റെ ഭയങ്കര പണിയുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. പക്ഷെ നോക്കുന്നൊരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഭയങ്കര എന്താ പറയുക, നമുക്ക് കട്ട് ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് നോക്കിയേ ഷോൾഡർ എല്ലാം ഒരു നല്ല ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്കിതാ ബാക്ക് നെക്കില്ലേ, അത് നമ്മളിപ്പോൾ ഫ്രണ്ട് നമ്മൾ ഇതാക്കിയിട്ടില്ലേ, ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, അതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേ. ഇതിപ്പോൾ ഈ ഇങ്ങനെ ഒരു നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ജീനിൻ്റെ സ്ട്രഗ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കുട്ടികൾക്കെല്ലാം കാണാൻ. പണ്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ. എന്നിട്ട് പിന്നെ അത് പോയതിന് ശേഷം ഇപ്പം വീണ്ടും വെൽവെറ്റിനല്ലേ, എല്ലാവരും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവരും വെൽവെറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മോഡലായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ വെൽവെറ്റിന് ഇപ്പോൾ ഒരു 150 രൂപയാണെന്ന് തോന്നുന്നത് മീറ്ററിന്. ഇപ്പോൾ 3 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഡ്രസ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലൈനിങ്ങിൻ്റെ താഴെയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ 1 ഇഞ്ചല്ല ഞാനിപ്പോൾ ഇത് തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പോൾ 2 സൈഡിൽ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ ആ ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതാ ഞാൻ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ലൈനിങ് എടുത്തത് 2 മീറ്ററാണ് ലൈനിങ് എടുത്തത്. പിന്നെ ഇതൊരു മുട്ട് വരെ ലൈനിങ് വരുന്ന രീതിയിലാണ് ഞാൻ ഇത് തയ്ച്ചത്. അതുപോലെ നിങ്ങൾക്ക് ഈ വെൽവെറ്റിൽ നമ്മുടെ സ്ലീവ് വരുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ 3 മീറ്ററിലെടുത്തത്, അതൊരു 3.5 മീറ്റർ എടുക്കുക കേട്ടോ. ഇതൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് തയ്ച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ്. അപ്പോൾ ഇതിനൊരു സ്ട്രഗും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അയക്കുക കേട്ടോ. ഇത് നോക്കിയതാ 2 സൈഡും ഓരോ ഇഞ്ച് വെച്ചിട്ട് ഇതിങ്ങനെ തയ്ച്ചതിന് ശേഷം ഇതാ താഴെ നമുക്ക് 1/4 ഇഞ്ച് വെച്ചിട്ട് മടക്കിയും കൂടിയും തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ ഇതാ ഞാൻ തയ്ച്ച സ്ട്രഗും കൂടി ഇതാ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ്, അതും വെൽവെറ്റിൻ്റെ സ്ട്രഗ് തന്നെയാണ് കേട്ടോ.